നീ സംസാരിച്ചോ? സംസാരിക്കാൻ പറ്റില്ല. ഹോൾഡ് ലിഫ്റ്റ് സംസാരിച്ചു. ഗായ്സ് അപ്പോ എടാ ഇനി അളക്കല്ലേ, സൈലന്റ് ആയി കേൾക്കെല്ലാരും. കറന്റ് ഇപ്പം ലീഡർ ഇവിടെ അല്ല. മുമ്പ് നമുക്ക് റിക്രൂട്ട് എടുക്കുന്ന സമയത്തൊക്കെ ലീഡർ ഉണ്ടാവാറുണ്ട്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പല ഇഷ്യൂസും പല കാര്യങ്ങൾ കൊണ്ടൊക്കെ പല പ്രശ്നങ്ങൾ കാരണം ലീഡേഴ്സിനൊന്നും ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. വരുന്ന ശനി ഞായറാവുമ്പോൾ എന്തായാലും നമുക്ക് ഒരു പുതിയ ലീഡർ ഉണ്ടാവും എന്നുള്ളൊരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിച്ചു കൊള്ളുകയാണ്. പിന്നെ നമുക്ക് നല്ലൊരു പ്ലെയർ ആയിരുന്നു ക്വാർട്ടറിന് കുറച്ച് മെൻ്റൽ ഹറാസ്മെൻ്റ് ഒക്കെ കിട്ടിയതിൻ്റെ പേരിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടൊക്കെ ക്വാർട്ടർ നമ്മളോട്ട് പോയി. അപ്പോൾ നമ്മൾ നിലവിലിപ്പോൾ ഒരു വേറൊരു റിക്രൂട്ട്മെൻ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ ബിലാലെ റിക്രൂട്ട്മെന്റ് നീ വിളിച്ചോ? അതിന് മുന്നേ 3 പേര് വെൽക്കം ബാക്ക് അടിച്ചിട്ടുണ്ട് ശരിക്കും. ആ നീ പറ മേക്കെ സംസാരിച്ചോ. നമ്മുടെ റിക്രൂട്ട്മെന്റിനെക്കാളും മുന്നേ നമുക്ക് നമ്മുടെ ഒരുപാട് നാളിട്ട് അവരുടേതായതും അല്ലാത്തതുമായ കാരണങ്ങൾ നമ്മുടെ ഫാമിലിയുടെ ഭാഗമല്ലാതിരുന്ന 3 പേര് നമുക്ക് കംബാക്ക് ആയിട്ട് തിരിച്ച് നമ്മുടെ ഗ്യാങ്ങിൽ വന്നിട്ടുണ്ട്. അതാരൊക്കെയെന്ന് ഞാൻ എടുത്തു പറഞ്ഞല്ലോ. അതിലാരും കണ്ടുപോയിട്ടില്ലല്ലോ. ചാർലി കരിവീൻ മാരി വന്നിട്ടുണ്ട്. അപ്പൊ വെൽക്കം ബാക്ക് ചാർലി കരിമീൻ. വെൽക്കം ബാക്ക്. എപ്പോഴും കൂടെ ഭൂമിറ്റ് മാർജ എന്താടാ നിങ്ങൾ ഇങ്ങനെ അത് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞ ഞാൻ റിക്രൂട്ട്മെന്റ് വിളിക്കാന്ന് വിചാരിക്കുന്നത്. ഞാൻ ഗ്യാങ്ങിന് വേണ്ടിയാണ്. വിളിച്ചോ. അല്ലോ ഈ സൈഡ് കയറാനേ കയറാം. ഇതൊക്കെ റെങ്കാണ് വണ്ടി ഓട്ടി കളിച്ച വാർച്ചാറ്റോ എന്ത് വാർച്ചാറ്റിലെന്താ? ഓ രാജുഭായ്, കുറെ ദിവസം കഴിഞ്ഞ് മീറ്റിംഗ് വെച്ചോണ്ടായിരിക്കും. മീറ്റിംഗ് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം മറന്നു പിള്ളേര് കണ്ടു. ആ അതെ എൽന്നോ രാജാ റെഡ്ഡി. മീറ്റിങ്ങിന് നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒക്കെ കളിയായി മാറിയണം. അത് പറഞ്ഞില്ലേ ഞാൻ ഇന്നിപ്പം. അല്ല ഞാൻ ലൈവ് വരെ നിർത്തി. നീ ഓഫ് ചെയ്തോ? ഒന്നുമില്ല പിന്നെ പറഞ്ഞു. രാജാ റെഡ്ഡി ആരാ? ഈ റിക്രൂട്ട്മെന്റ് വിളിക്കണതിന് മുന്നേ ഉറക്കെ പറ. ഷൗട്ടല്ല. കൂടി ഇങ്ങോട്ട് വിളിക്കാണ്. അതെ അല്ല ഇത് ഈ റിക്രൂട്ട്മെന്റ് കുറുപ്പിന്റെ പയ്യനും കൂടിയാണ്. കുറുപ്പിന്റെ ഒപ്പം എത്ര കാലമായിട്ടുണ്ടടാ കുറുപ്പേ? ഹലോ ആ പറ. ഞാൻ വിളിക്കാനാണ് പറയാനാണ്. എന്താണ് ഞാൻ വിളിക്കാം എന്നിട്ട് സംസാരിക്കാം. അതല്ലേ VMRG recruiting ex mass minnal to MRC minnal. എനിക്ക് ഇപ്പൊ തന്നെ കയറണം. നമുക്ക് മിന്നലെ വെൽക്കം. എന്താ പറയാലോ മിന്നലെ? താങ്ക് യു. മിന്നലിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം നമ്മള് കൺസിഡർ ചെയ്തായിരുന്നു. പിന്നെ നമുക്ക് അന്ന് സ്ലോട്ടിന്റെ ഇതിന്റെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ നമ്മള് മാറ്റിയതായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം നമ്മളൊരു ബെസ്റ്റ് പിക്ക് തന്നെയാണ് എടുത്തത്. അപ്പോൾ കുറുപ്പിന് എന്താ പറയാ? ഹലോ കേക്കാമോ? റെഡി ആക്കാമല്ലോ എല്ലാവർക്കും. അപ്പം മിന്നലിനെ കുറിച്ച് പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ പലരുടെയും കളിച്ച ഒരു പ്ലെയർ ആണ്. അപ്പം അവന്റെ മാക്സിമം
എഫേർട്ട് ഇവിടെ ഇട്ട് കളിക്കുമെന്നാണ് എനിക്ക് പറഞ്ഞ് വാക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അവ അതേപോലെ തന്നെ പ്രവർത്തിക്കും. അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു പ്ലെയർ ആണ്. അപ്പൊ മിന്നലെ വെൽക്കം ടു മാർച്ചിഡ. നിങ്ങക്ക് റോള് കിട്ടിയില്ലല്ലോ, അത് പുറത്ത് പോയിട്ട് തരാം. ഞാൻ ആ ലൈനിലോട്ട് നിൽക്കട്ടെ. ശരി ശരി ശരി. ബിലാലിന് എന്താ പറയാ? ബിലാലെ ബിലാൽ മാക്കിന് അനിയനും കൂടി ആയല്ലോ. മിന്നൽ മാക്ക് മിന്നല്. പക്ഷെ അതിന്റെ പേര് സിറ്റിയില് ധനൂബാണ്. ധനൂബ് അല്ലല്ല നൂബ് മാറ്റിയാ? പേരാ. ആ ഇവിടെ സിറ്റിയില് മിന്നൽ തന്നെയാ. സിറ്റിയില് മിന്നൽ തന്നെയാണോ? ശരി ശരി. മിന്നല്ലേ നീ ഇപ്പൊ റീസെന്റ് ആയിട്ട് EVX-ലായിരുന്നു അല്ലേ? നിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഏതൊക്കെ ഗാങ്ങിൽ കളിച്ചിട്ടുണ്ട്? എങ്ങനെ തുടങ്ങിയത്? എങ്ങനെയാ? മറ്റേ ഓൾഡ് KTM പഴയ കമ്മിറ്റി പാടം ഫസ്റ്റ് സ്റ്റാർട്ടിങ് KTM-ലാണോ? പിന്നെ ഇവിടുന്ന് സ്വകരാജ്യത്ത് വെച്ചിട്ടാണ് പിന്നെ KVFC കയറുന്നത്. മാസിന്റെ സെക്കൻഡ് ഗ്യാങ് ആണ് KVFC. അവിടുന്ന് പിന്നെ മാസി കയറി. മാസിൽ രണ്ടല്ലായി. പിന്നെ മാസ് ഇടയ്ക്ക് ബ്രേക്ക് എടുത്തപ്പോ ആഗോസ്റ്റ് കളിച്ചായിരുന്നു. സോറി മിന്നലാന്ന് തോന്നേ. നിന്നല്ല കേട്ടോ എന്നെ. EX-ലും കളിച്ചായിരുന്നു. തോന്നി ഇപ്പൊ ഈ നിമിഷത്തില് നിനക്ക് ഒരു അവസരം കിട്ടിയപ്പോ എന്താ നിനക്ക് പറയാനുള്ള? സംസാരിക്കടാ. എന്താ പുതുങ്ങിക്കുന്നാടാ? ആൾക്കാരെല്ലാം പറയുന്നത് വെൽക്കം ടു എമർജി. വെൽക്കം ടു എമർജി. ഞാൻ പറയട്ടെ, ഞാൻ 11:45 ആദ്യം പറഞ്ഞു. 11:45 കടിക്കുന്നു. പിന്നെന്താ